أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. الله العظيم. സൂറത്തുൽ ഫുർഖാൻ 9-10. ഉൻദുർ നബിയെ താങ്കൾ നോക്കൂ. കൈഫ ലറബൂ ലക്കൽ അംസാൽ. ലറബ മസലൻ, ലറബ ലംസാൽ എന്നൊക്കെ പറഞ്ഞാൽ ഉദാഹരിക്കുക, ഉദാഹരണം ചമയ്ക്കുക, ഉദാഹരണം പറയുക എന്നൊക്കെയാണ്. കൈഫ ലറബൂ ലക്കൽ അംസാൽ, എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉദാഹരണങ്ങൾ പറയുന്നതെന്ന്. ഫളല്ലു, എന്നിട്ട് അവർക്ക് പിഴച്ചു. ഫലാ യസ്തതിഊന, അതിനാൽ അവർ കണ്ടെത്തുന്നില്ല. സബീല, ഒരു വഴിയും. തബാറക്ക, അനുഗ്രഹമുടയവനാകുന്നു. അല്ലദീ, ഒരുത്തൻ. ഇൻ ശാഅ ജഅല ലക, ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് ഉണ്ടാക്കിത്തരുന്നവൻ. ഖൈറം മിൻ ദാലിക, അതിനേക്കാൾ ഖൈറായത്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ. വയജ്അൽ ലക, താങ്കൾക്ക് അവൻ ഉണ്ടാക്കിത്തരുന്നു. ഖുസൂറ, കോട്ടകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ചോദിച്ച ചോദ്യങ്ങളായിരുന്നല്ലോ മുകളിൽ പറഞ്ഞത്. ഇതെന്ത് റസൂലാണ്, അങ്ങാടിയിലൂടെ നടക്കുന്നു, അന്നം തിന്നുന്നു, അതുപോലെ എന്തുകൊണ്ട് ഒരു മലക്ക് അകമ്പടിയായിട്ട് വരുന്നില്ല, അതല്ലെങ്കിൽ അവന് എന്തുകൊണ്ട് ഒരു തോട്ടം ഉണ്ടാകുന്നില്ല, എന്നിട്ട് അവൻ അതിൽ നിന്ന് തിന്നുന്ന, ഇങ്ങനെ പലത് പറയുകയായിരുന്നു. അതിനെ ചൂണ്ടിയാണ് അല്ലാഹു തആല പറയുന്നത്, ഉൻദുർ കൈഫ ദറബൂ ലക്കൽ അംസാൽ, എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉദാഹരണം ചമയ്ക്കുന്നതെന്ന് നോക്കൂ. അതിന്റെ മുമ്പ് ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, സിഹ്ർ ബാധിച്ച അല്ലെങ്കിൽ ഭ്രാന്ത് ബാധിച്ച ഒരുത്തനെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എതിരാളികൾ പലതരം ഉപമകൾ ചമക്കുന്നുണ്ടായിരുന്നു. സൂറത്തുൽ ഇസ്രായിൽ 47-8 ആയത്തുകളിൽ അത് വന്നിട്ടുണ്ടല്ലോ നേരത്തെ. അവര് സ്വകാര്യം പറഞ്ഞതിനെ കുറിച്ച് വൈദുഹും നജ്വ ഇത് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂർ എന്നവിടെയും പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയണം. എല്ലാവരും പരസ്പര വിരുദ്ധമായത് പറഞ്ഞാൽ പറ്റില്ല. എല്ലാവരും കൂടി ഒന്ന് പറയണം എന്ന് അവര് സംഭാഷണം നടത്തി, അവര് രഹസ്യ ആലോചന നടത്തി. എന്നിട്ട് ഒരാൾ പറഞ്ഞു കവിയാണെന്ന് പറയാം. അപ്പൊ വേറൊരാൾ പറയും കവിയാണെന്ന് എങ്ങനെ പറയും, ഇത് കവിതയല്ലല്ലോ. എന്നാ പിന്നെ ഭ്രാന്തനാണെന്ന് പറയാം. അപ്പൊ ഭ്രാന്തനാണെന്ന് എങ്ങനെ പറയും? ഭ്രാന്തനെ ആളുകൾക്ക് കണ്ടാൽ അറിയില്ലേ. എന്നാൽ കള്ളം പറയുകയാണെന്ന് പറയാം. കള്ളം പറയാന്ന് മുഹമ്മദിനെ കുറിച്ച് എങ്ങനെ പറയും മറ്റേ ആള്? കാരണം മുഹമ്മദ് സത്യസന്ധനാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുള്ള കാര്യമല്ലേ. ഇങ്ങനെ ഏത് പറയുമ്പോഴും വേറൊരാള് അതിനെ ഗണ്ണിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഏത് പറഞ്ഞാലും തെറ്റിപ്പോകുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഉൻദുർ കൈഫ ദറബൂ ലക്കൽ അംസാല ഫളല്ലു. എന്ത് ഉദാഹരണം പറഞ്ഞാലും അത് തെറ്റിപ്പോകുകയാണ്. ഫലാ യസ്തതിഊന സബീല, ഒരു വഴിയും, അഥവാ ഏകീകരിച്ച ഒരു കുറ്റം പറയാൻ ഒരു വഴിയും അവർ യഥാർത്ഥത്തിൽ കാണുന്നില്ല. അത് തന്നെയാണ് സൂറത്തുൽ ഇസ്രായിലും പറഞ്ഞത്.
വലീദ് ബിൻ മുഗീറ ഒന്ന് പറയും, അബൂജഹൽ അതിനെ എതിർക്കും, തിരിച്ചൊന്ന് പറയും, വലീദ് എതിർക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സംഭാഷണത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയാത്തത്? ഒറിജിനൽ അല്ല. അവസാനം അവര് ഒരു തീർപ്പിലെത്തിയതാണ് മുകളിലും അതുപോലെ സൂറത്ത് ഇസ്രായിലും പറഞ്ഞത്. സിഹ്ർ ബാധിച്ച, അഥവാ മുഹമ്മദ് നല്ലവനാണ്, പക്ഷെ അവനാരോ സിഹ്ർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമുക്ക് പറയാം എന്ന ഒരു തീർപ്പിലെത്തുകയായിരുന്നു. അവസാനം അത് പറയാം, അല്ലെങ്കിൽ അവൻ കള്ളം പറയുകയാണ് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് പിരിയാണ് ചെയ്തത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപം ഉള്ളത് പറയാനാണെങ്കിൽ തർക്കം ഉണ്ടാവില്ല, ഉണ്ടാക്കി പറയേണ്ടത് എന്താണെന്നുള്ളതിൽ തർക്കിക്കുകയായിരുന്നു. അതിന് അള്ളാഹുവിന്റെ മറുപടിയാണ് ഇവിടുന്ന് അങ്ങോട്ട്. അതില് ആദ്യം പറയുന്ന കാര്യം ഇവിടെ മുകളിൽ പറഞ്ഞതിന്റെ മറുപടിയാണ്. തബാറക്കല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അവര് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഒരു മലക്കിന്റെ അകമ്പടി, എന്തുകൊണ്ട് ഒരു നിധി അല്ലെങ്കിൽ ഒരു തോട്ടം ഒക്കെ കൊടുത്തില്ല എന്നാണ്. അവര് ചോദിക്കുന്നത് അവരുടെ സങ്കല്പത്തിലുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ വലുത് താങ്കൾക്ക് തരാൻ കഴിയുന്നവനായ അള്ളാഹു ബർക്കത്തുടയവനാണ്. അഥവാ അള്ളാഹുവിന്റെ ഒരു പരിമിതിയും പരാധീനതയും കൊണ്ടല്ല. ഈ തൊഴിലാളികൾ ശമ്പളം കൂട്ടി ചോദിക്കുമ്പോൾ ഇപ്പൊ അത്ര തരാൻ കഴിയില്ല, വരുമാനം കുറവാണ്, പിന്നെ ആലോചിക്കാന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ ഇപ്പൊ കഴിയില്ല എന്നതുകൊണ്ടല്ല അള്ളാഹു താല അത് കൊടുക്കാത്തത്. ഏതാണ് തബാറക്ക എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്? നേരത്തെ വിശദീകരിച്ചതുപോലെ സിയാദത്തുൽ ഖൈർ, ഖൈറിന്റെ ആധിക്യം, അഥവാ ഒരു പരിമിതിയും പോരായ്മയും ഒന്നുമില്ല. ആർക്ക്? അല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക, ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിലും വലുത് തന്നിരിക്കും അവൻ, അങ്ങനെയുള്ളവന്. എന്താണത്? പരലോകത്തുള്ള സ്വർഗം തന്നെ. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അങ്ങനെ സ്വർഗം തന്നെ ഭൂമിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വേണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ നൽകാവുന്നതേ ഉള്ളൂ. അതവന് കഴിയും. അവന്റെ മുമ്പിൽ അത് നൽകുന്നതിന് പരാതിയൊന്നുമില്ല, പരിമിതികളൊന്നുമില്ല. വയജഅൽ ലക ഖുസൂറ, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ വലിയ കൊട്ടാരം ഉണ്ടാക്കി തരും. ഈ ഖുസൂർ എന്ന് പറഞ്ഞത് കോട്ടയ്ക്ക് പറയും, അതുപോലെ വലിയ മതിൽക്കെട്ടുകളൊക്കെ ഉള്ള വലിയ വീടുകൾക്ക് പറയും. അതിനൊക്കെയാണ് ഖുസൂർ എന്ന് പറയുക. അങ്ങനെ താങ്കൾക്ക് വലിയ ആശ്രമം മാത്രമല്ല, വലിയ കോട്ടകൊത്തളങ്ങൾ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിത്തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എന്നാൽ എന്താണ് കൊടുത്തൂടെ? നമുക്കും വേണമെങ്കിൽ ചോദിക്കാമല്ലോ. പക്ഷേ അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ, ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങളോടൊപ്പം ജീവിച്ച് അവരെ തിരുത്തുന്ന, അല്ലെങ്കിൽ അവരെ സന്മാർഗത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കുന്ന ഒരു റസൂലാണ്. ഒരു കൊട്ടാരവാസിയായ, കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും അയാൾക്ക് സമൂഹത്തെ സംസ്കരിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതാണ് മനുഷ്യർക്കിടയിൽ ഇസ്ലാമിന്റെ തന്നെ ഒരു തനിമയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമില് ഇങ്ങനെ ആത്മീയമായ ചടഞ്ഞുകൂടലുകൾ ഇല്ലാത്തത്. ആരാധനാ കർമ്മങ്ങളിൽ പോലും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. നമസ്കാരം ഏറ്റവും റാഹത്തിൽ നമസ്കരിക്കാൻ കഴിയുക ഒറ്റക്കും ഇരുട്ടത്തും മറ്റാരും ഇല്ലാത്തപ്പോഴൊക്കെ നമസ്കരിക്കുമ്പോഴാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുക ജമാഅത്ത് നമസ്കാരത്തിനാണ്. അതിൽ തന്നെ ഏറ്റവും നിർബന്ധം, ഒഴിവാക്കാൻ കഴിയാത്ത ജമാഅത്താണ് ജുമുഅ എന്ന് പറയുന്നത്. അവിടെ നമസ്കാരത്തിന്റെ ആത്മീയ കർമ്മമായ റക്അത്തുകൾ 2 കുറവാണ്. ഇതേ പ്രതിഭാസമാണ്. അതിലും ഇതിലൊക്കെ ഉള്ളത് ഒരേ തത്വമാണ്. അള്ളാഹു താലാക്ക് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ അനുഗ്രഹിക്കണം എന്നാണെങ്കിൽ അത് വലിയ സംഭവമൊന്നുമല്ല, വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ജനങ്ങൾ സത്യം മനസ്സിലാക്കുക, അവരെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുക, അങ്ങനെ ഒരു സമൂഹ രൂപീകരണം നടക്കുക, അത് നടക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ നിഅമത്ത് ആ തരത്തിൽ കൊടുത്ത നബിമാരെ കുറിച്ച് അള്ളാഹു താല തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. സുലൈമാൻ അലൈഹി ഇസ്ലാമും പിതാവ് ദാവൂദ് അലൈഹി ഇസ്ലാമും. ദാവൂദ് അലൈഹി ഇസ്ലാം വളരെ വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ ആട്ടിടയനായി ജീവിക്കുന്നിടത്ത് നിന്ന് പോരാട്ടത്തിലൂടെ ഉയർന്നു വന്ന്
പിന്നെ വലിയ അധികാരിയായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് സുലൈമാൻ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് അറ്റമില്ലാത്ത സുഖാഡംബരങ്ങളുടെ അവസ്ഥയിലാണ് സുലൈമാൻ അലൈഹിസ്സലാമിനെ അള്ളാഹു താല എത്തിച്ചത്. അതൊന്നും അള്ളാഹ്ക്ക് നടക്കാത്ത കാര്യമല്ല എന്നർത്ഥം. എന്നാൽ മുമ്പ് നബിമാരായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളവർ തന്നെ വലിയ ത്യാഗങ്ങളും വലിയ പോരാട്ടങ്ങളും ഒക്കെ സഹിച്ച ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത്. ഇതൊന്നും അള്ളാഹു താലാക്ക് കഴിയാഞ്ഞിട്ടല്ല. അത് ഇതിന്റെ വിശദീകരണമായി പറയുന്ന ഒരു റിപ്പോർട്ടിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു താല ഇതൊക്കെ വേണമെങ്കിൽ തരാം എന്ന് പിന്നെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ അതിലും വലുതൊക്കെ താങ്കൾക്ക് വേണമെങ്കിൽ തരാവുന്നതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇതൊന്നും എനിക്ക് ഇവിടെ വേണ്ട, എല്ലാം അജ്മഅനി ഫിൽ യൗമിൽ ആഖിർ, അതൊക്കെ എനിക്ക് പരലോകത്ത് എനിക്ക് അതൊക്കെ ഒന്നിച്ച് കൂട്ടിത്തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഏതായാലും ആ പശ്ചാത്തലത്തിലാണ് ഇത് ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നതിന് പോലും മോഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈത്തപ്പനയോലയിൽ കിടന്ന് അതിന്റെ ഈർക്കിളിന്റെ അടയാളങ്ങൾ പുറത്ത് പറ്റിയത് കണ്ട് സങ്കടത്തോടു കൂടി ഞങ്ങൾ താങ്കൾക്ക് ഒരു ഇരിപ്പുണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മാലി വലി ദുനിയ ഇല്ലാക്ക റാക്കിബിൻ യസ്തലില്ലു തഹ്ത ഷജറത്തിൻ ഇദസ്തറാഹ റാഹ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു വഴിയാത്രക്കാരൻ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും എന്നിട്ട് റാഹത്തായാൽ അവൻ യാത്ര തുടരുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ അല്ലാതെ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ് എന്ന് ചോദിച്ച് തിരസ്കരിക്കുകയായിരുന്നു. കാരണം എന്താണ്? അത് ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആണ് മുഖ്യമായി മനസ്സിലുണ്ടാകുക. അതിന്റെ ഇടയ്ക്ക് പിന്നെ സുഖിക്കാനും ആസ്വദിക്കാനൊന്നും നേരമുണ്ടാകുകയില്ല. സുലൈമാൻ അലൈഹിസ്സലാമാണ് നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആഡംബരം കിട്ടിയ ആള്. പക്ഷേ ആ ആഡംബരം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയായിരുന്നില്ല. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ, പടച്ചവനെ ഇതിനെല്ലാം കൂടി നന്ദി ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് കെഞ്ചുകയായിരുന്നു. അല്ലാതെ സുഖാഡംബരങ്ങളിൽ ഒഴുകി ജീവിക്കുകയായിരുന്നില്ല ചെയ്തത്. ഇനി റസൂലുള്ളാഹിമാർക്ക് അങ്ങനെ ഒരു ആഡംബര ജീവിതം, ഒരു കൊട്ടാര ജീവിതം ഉണ്ടാക്കി കൊടുത്താലും അത് ആസ്വദിച്ചിരിക്കാൻ അവർക്ക് നേരമുണ്ടാകുകയില്ല, അവർക്ക് താല്പര്യവും ഉണ്ടാകുകയില്ല. അതാണ് അള്ളാഹു താല ഇവിടെ സൂചിപ്പിക്കുന്നത്. താങ്കളെ അയച്ച അള്ളാഹു താല അങ്ങനെ വേണമെങ്കിൽ തരാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്ന് പറയുന്നത്. അത് മനസ്സിലാകാഞ്ഞിട്ടല്ല അവരിത് അംഗീകരിക്കാത്തത്, അവരുടെ അസുഖം വേറെയാണ്. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.